കായംകുളം MLA പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ നിസ്സാരവൽക്കരിച്ച് വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ. കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിന് എക്സൈസിനെ മന്ത്രി വിമർശിക്കുകയാണ്. പുകവലിക്കുന്നത് മഹാപരാധമാണോ എന്നാണ് പ്രതിഭയെ വേദിയിലിരുത്തി മന്ത്രിയുടെ ചോദ്യം. താനും വല്ലപ്പോഴും പുകവലിക്കുന്ന ആളാണെന്നും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് MD വാസുദേവൻ നായരെന്നുമാണ് മന്ത്രിയുടെ വിചിത്രവാദം. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു, ഞാനും പുക വലിക്കുന്നതിനാണ് വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്നൊക്കെ പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MD വാസുദേവൻ എന്നാലും വീടി വലിക്കുമായിരുന്നു, കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. നമുക്ക് അങ്ങനെ ചെറുക്കാൻ ശീലമാണ്. പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. മനീഷ് മഹിബാൽ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, ഇതിനകത്ത് MD വാസുദേവൻ നായരെ കൊണ്ടുവരാൻ ഉള്ള എന്താണ് ആലോചന? വല്ലാത്ത ആലോചനയാണ് മനീഷ്. ബാക്കിയൊക്കെ യഥാർത്ഥത്തില് മന്ത്രി വസ്തുത മനസ്സിലാക്കിയാണോ അതോ വസ്തുത മനസ്സിലാക്കി അത് ന്യായീകരണത്തിന് വേണ്ടി അത് മറച്ചു വെച്ചുള്ള പ്രതികരണമാണോ, ആ രീതിയിലുള്ള പ്രസംഗമാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. കാരണം മന്ത്രി തന്നെ പറയുന്ന കാര്യത്തിൽ ഒരുപാട് പിശകുകളുണ്ട്. ഇവിടെ 1 കിലോ കഞ്ചാവിന് താഴെയാണ് പിടികൂടിയത് ഉള്ളതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചൊരു കേസാണ്. പക്ഷേ ഇവിടെ എക്സൈസ് വകുപ്പ് തന്നെ ജാമ്യമില്ലാത്ത വകുപ്പ്, അതും കുട്ടികൾ പുകവലിച്ചതിന് ഈ രീതിയിൽ കേസെടുത്തു എന്ന രീതിയിൽ എക്സൈസ് വകുപ്പിനെ നേരിട്ട്, അതും ഒരു പൊളിറ്റിക്കൽ പരിപാടി, പാർട്ടിയുടെ CPM-ന്റെ ഒരു പരിപാടിയിൽ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് സജി ചെറിയാൻ ഈ രീതിയിലൊരു പ്രതികരണം നടത്തുന്നത്. അങ്ങേയറ്റം ഈ രീതിയിൽ പൊതുസമൂഹത്തിലെ ഒരു സാംസ്കാരിക മന്ത്രി എന്ന രീതിയിൽ കൊടുക്കേണ്ട ഒരു പ്രതികരണമാണോ എന്നുള്ളതാണ് ഒരു ചർച്ച ഇപ്പോൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ പുകവലിക്കുന്ന ആളാണ് താൻ ജയിൽവാസം അനുഭവിച്ച നാൾ മുതൽ തന്നെ പുകവലി തുടങ്ങിയതാണ്. ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ പുകവലിക്കും. MD വാസുദേവൻ നായർ ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് എന്ന തരത്തിലുള്ള പ്രതികരണം അങ്ങനെ നമ്മുടെ സമൂഹത്തിലടക്കം ഇങ്ങനെ ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണം, അതും പാർട്ടി MLA യുടെ മകൻ ഒരു കഞ്ചാവ് കേസിൽ ഉൾപ്പെടുമ്പോൾ അതിനൊരു പ്രതികരണം അല്ലെങ്കിൽ പാർട്ടിയുടെ മറുപടി എന്നോണമാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ഇതിൽ മന്ത്രി പറയുന്ന കാര്യങ്ങളിലെ പിശകുകൾ ഇങ്ങനെയാണ്. ഈ കേസിൽ പുകവലി പറ്റി മാത്രമാണ്. ഈ FIR താൻ വായിച്ചു എന്ന് പറയുമ്പോൾ FIR-നകത്തെ കഞ്ചാവിന്റെ പരാമർശത്തെ പറ്റി ഒന്നും പറയുന്നില്ല. കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും രണ്ട് വകുപ്പുകൾ, നാർക്കോട്ടിക്കിന്റെ 2 വകുപ്പുകൾ ചേർത്താണ് ഈ പ്രതിഭയുടെ മകൻ കനിവ് അടക്കം 9 പേർക്കെതിരെ എക്സൈസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഒക്കറൻസ് റിപ്പോർട്ടുള്ള ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് താൻ വായിച്ച ശേഷം അത് പുകവലി മാത്രമാണെന്ന് മന്ത്രി പൊതുസമൂഹത്തോട് വിളിച്ചു. മനീഷ്, അതിൽ ഒന്നാമത് ജാമ്യമില്ലാ വകുപ്പല്ല, ജാമ്യമുള്ള വകുപ്പ് തന്നെയാണ് അത് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം, പുകവലിയെ പറ്റി ഈ പറയുന്ന ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ല. ഇവിടെ പിടിച്ചത് എന്താണ്? ഈ പറയുന്ന രീതിയിൽ കഞ്ചാവ് 3 ഗ്രാം, കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം 500 മില്ലിഗ്രാം, പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി, പിന്നെ പപ്പായ തണ്ട്, ഇതൊക്കെ പിടിച്ചതിനെ കുറിച്ചാണല്ലോ ആ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ പുകവലിയെ പറ്റി എവിടെയാണ് മനീഷ് പുകവലി? അപ്പൊ ഈ മന്ത്രി ഇത് കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ മന്ത്രി അങ്ങനെയുള്ളൊരു ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന രീതിയിലായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രതികരണം. കാരണം താൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ പറയില്ല. കാരണം അതിനകത്ത് എവിടെയും പുകയിലയോ അല്ലെങ്കിൽ പുകവലിയെ പറ്റി പരാമർശമില്ല. പുകയിലയും കഞ്ചാവിന്റെ രണ്ടാണെന്ന് മന്ത്രിക്ക് കൃത്യമായി അറിയാം. അങ്ങനെ പുകയില അവിടെ നിന്ന് പിടികൂടിയിട്ടില്ല. ആ പിടികൂടിയത് ആദ്യം 90 ഗ്രാം എന്നായിരുന്നു വിവരം പുറത്തു വന്നതെങ്കിൽ പിന്നീട് എക്സൈസ് അവരുടെ റിപ്പോർട്ടിൽ അത് 3 ഗ്രാം എന്ന് പറയുന്നു. അപ്പോഴും എവിടെയും സിഗരറ്റ് പിടികൂടിയതായിട്ടോ, സിഗരറ്റ് നമുക്ക് പൊതു സ്ഥലത്ത് വലിക്കുന്നതിനാണ് പ്രശ്നം, അത് കൈവശം വെക്കുന്നതിൽ നിയമവിരുദ്ധത ഇല്ല. ഈ പുകയിലയോ അല്ലെങ്കിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെക്കുന്നതിൽ പ്രശ്നമുണ്ട്. പക്ഷേ പുകയിലയുടെ സിഗരറ്റ് കയ്യിൽ വെക്കുന്നത് കൊണ്ട് മറ്റ് നിയമപ്രശ്നങ്ങളില്ല. അങ്ങനെയുള്ളൊരു പരാമർശമൊന്നും അതിലില്ല. പക്ഷേ ഇങ്ങനെ മന്ത്രി പറയുന്നത് വസ്തുത മനസ്സിലാക്കിയിട്ടാണോ, ഇനി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ, ഇനി അഥവാ വസ്തുത മനസ്സിലാക്കിയ ശേഷം അത് മറച്ചു വെച്ചുകൊണ്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കലാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഹാഷ്മി, ശ്രീത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീത്ത്, മന്ത്രി സജി ചെറിയാൻ ഈ സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുള്ള 1, 2 തവണയൊന്നുമല്ല. ഇപ്പോൾ ഒരു മന്ത്രി എന്ന് ചോദിക്കുകയാണ്, പുകവലിക്കുന്നത് ഒരു മഹാപരാധമാണോ എന്ന് ചോദിക്കുകയാണ്. ശരിയാണ്, പുകവലി സംസ്ഥാനത്ത് പൊതുസ്ഥലത്തെ പുകവലി മാത്രമേ നിയമവിരുദ്ധമായുള്ളൂ. എങ്കിലും ഒരു മന്ത്രി, സംസ്ഥാനത്തിൻ്റെ ഉന്നത ഭരണ നേതൃത്വത്തിൽപ്പെട്ട ഒരാൾ, എക്സൈസ് അവരുടെ ലഹരി വിരുദ്ധ യജ്ഞങ്ങൾ വളരെ സജീവമായി നടക്കുന്നതിനിടയിൽ പുകവലിക്കുന്നതൊക്കെ ഒരു മഹാപരാധമാണോ എന്ന് ചോദിക്കുന്നത് ഏത് രീതിയിലാകണം പാർട്ടി വിശദീകരിക്കാൻ കഴിയുക? ശ്രീത്,
ഹാഷ്മി, യു പ്രതിഭ MLA-യുടെ മകനുമായി ബന്ധപ്പെട്ട ഈ കഞ്ചാവ് കേസിനെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വം കാര്യമായൊരു പ്രതിരോധത്തിന് MLA-ക്ക് പിന്നിൽ അണിനിരന്നിരുന്നില്ല. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളുടെയും മറ്റും സൈബർ പോരാളികൾ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ചൊരിയുന്നതിനപ്പുറത്തേക്ക് CPM-ൻ്റെ ജില്ലാ നേതൃത്വമോ കായംകുളത്തെ ഏരിയ നേതൃത്വമോ ഇനി കഞ്ചാവ് പിടിച്ചു എന്ന് എക്സൈസ് ചൂണ്ടിക്കാണിക്കുന്ന തകഴിയിലെ പാർട്ടി കമ്മിറ്റിയോ ഒന്നും ഇതിനെ പ്രതിരോധിച്ച് രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ ഈ ജനുവരി 2 കായംകുളത്ത് വാസുദേവൻ പിള്ള ദിനമായി CPM ആചരിക്കുന്ന ദിവസമാണത്. അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗവും സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുമായി സജി ചെറിയാൻ ഈ നിയമ സംവിധാനം കൈക്കൊണ്ട നിയമാനുസൃതം സ്വീകരിച്ച നടപടിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ഈ മോശപ്പെടുത്തുന്ന തരത്തിൽ അതിനെ വക്രീകരിക്കുന്ന തരത്തിലൊരു പ്രതികരണം നടത്തിയത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരത്തിലുള്ള വാവിട്ട പരാമർശങ്ങൾ നടത്തുന്നതിൽ സജി ചെറിയാൻ അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ ഇത്തരം പരാമർശങ്ങൾ വളരെ കൂടുതലാണ്. ഭരണഘടനാ കുന്തം കുടച്ചക്രം എന്ന പ്രസ്താവനയുടെ പേരിൽ ഇപ്പോൾ നിയമ നടപടികൾ നേരിടുകയാണ്. എങ്കിലും അദ്ദേഹം സൂക്ഷ്മതയോടെ സംസാരിക്കുന്ന രീതി ഇനിയും ആ രീതിയിലേക്ക് മാറിയിട്ടില്ല എന്ന വിമർശനമാണ് ഉണ്ടത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നേരത്തെ മനീഷ് മഹിബാൽ ചൂണ്ടിക്കാണിച്ച പോലെ എക്സൈസിൻ്റെ FIR-ൽ ഒരിടത്തും പുകവലിച്ചതിനാണ് കേസ് എന്ന കാര്യം പറയുന്നില്ല. പുകവലി പൊതുസ്ഥലത്ത് കുറ്റകരമാണ് എന്ന കാര്യം മാത്രമേ ഉള്ളൂ. മറ്റ് സിഗരറ്റ്, ബീഡി തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെക്കുന്നതിനോ അത് ഉപയോഗിക്കുന്നതിനോ ഒന്നും നിയമപരമായി യാതൊരു തടസ്സവുമില്ല. മോനമ കക്കാടൻ്റെ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി വിധി വന്ന ശേഷമാണ് പൊതുസ്ഥലത്തെ പുകവലിക്കും ഒരു നിയന്ത്രണവും അത് ശിക്ഷാർഹമായ കുറ്റവുമായി മാറിയത്. എന്നാൽ ഇവിടെ 3 ഗ്രാം കഞ്ചാവ് പിടിച്ചു, കഞ്ചാവ് കലർന്ന മിശ്രിതം പിടിച്ചു എന്നൊക്കെയാണ് എക്സൈസിൻ്റെ FIR-ൽ പറയുന്നത്. അത് കഞ്ചാവ് വലിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച ഈ കുപ്പി, അതുപോലെ തന്നെ പപ്പായത്തണ്ട് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ തന്നെ പറയുന്നു. ഇതിനപ്പുറത്തേക്ക് അതായത് എക്സൈസ് വകുപ്പ് നിയമാനുസൃതം കൈക്കൊണ്ടൊരു കേസിനെയാണ് മന്ത്രി മറ്റൊരു തരത്തിൽ ഇത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രതിരോധത്തിനപ്പുറത്തേക്ക് ഇതിന് യുക്തിഭദ്രതയോ അല്ലെങ്കിൽ അത് വസ്തുതാപരമാണോ എന്നും പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ബേസിക് ഡീറ്റെയിൽസ് പോലും മനസ്സിലാക്കുന്നില്ല മന്ത്രി. അതിന് കാരണം ഈ പറഞ്ഞ 1 കിലോ കഞ്ചാവിന് താഴെയാണെങ്കിൽ 2 ആൾ ജാമ്യം ഉണ്ടെങ്കിൽ പോകാം, അത് ജാമ്യമില്ലാത്ത വകുപ്പല്ല. അത്തരത്തിൽ യു പ്രതിഭയുടെ മകൻ ജയിലിൽ ഏതെങ്കിലും തരത്തിൽ കിടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന FIR-ൽ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ പുകവലിയെപ്പറ്റി പറയുന്നില്ല. അതിൽ പറയുന്നത് കഞ്ചാവ് പിടിച്ചതിനെക്കുറിച്ചും കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം പിടിച്ചതിനെക്കുറിച്ചും അത് വലിക്കാനുള്ള അപ്പാരറ്റസ് പിടിച്ചതിനെക്കുറിച്ചുമാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രി ഒരു ബേസിക് ഒരു പറയുന്ന വിവരത്തെക്കുറിച്ച് ഒരു ബേസിക് അറിവ് പോലും ഇല്ലാതെ പറയുന്നു എന്ന പ്രശ്നം അവിടെ ഉണ്ട്, മറ്റേ എല്ലാ കാര്യത്തിലും വന്നതുപോലെ. ശ്രീത്, ഹാഷ്മി, ഈ FIR-നെ കുറിച്ച് ബേസിക് ആകണമെന്നില്ല സജി ചെറിയാൻ്റെ ഈ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അറിയുന്ന ഒരാൾ എന്ന നിലയിൽ കൂടി സജി ചെറിയാൻ ഇത് വായിക്കാതെയോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാതെയോ അല്ല സജി ചെറിയാൻ ഇത്തരമൊരു സംസാരം നടത്തിയിരിക്കുന്ന കാര്യം എനിക്ക് ഏറെക്കുറെ വ്യക്തമാണ്. കാരണം ഈ FIR-മായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വമോ കായംകുളത്തെ നേതൃത്വമോ ഒന്നും യു പ്രതിഭ MLA-യെ പിന്തുണച്ച് അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് അത് പ്രതിരോധിക്കാൻ